ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ക്ലിപ്റ്റിൻസിനെ കുറിച്ചാണ്. ക്ലിപ്റ്റിൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ അറ്റം വെട്ടിക്കളയാറുണ്ട് എല്ലാവരും. അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുടിയുടെ ലെന്ത് കുറയാൻ സാധ്യതയാണ്, താഴത്തുള്ള ലെന്ത് കുറയും. അപ്പം അങ്ങനെ ലെന്ത് കുറയാതെ എങ്ങനെ അത് മാറ്റിയെടുക്കാമെന്ന് ഈ ക്ലിപ്റ്റിൻസ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫസ്റ്റ് ഞാൻ മെയിനായിട്ട് പറയുന്ന കാര്യമാണ്, മുടി ഉണക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ടോട്ടൽസ് അടിച്ചടിച്ച് ഉണക്കാറുണ്ട് ആൾക്കാർ. അതുകൊണ്ട് ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അടിച്ചടിച്ച് ഉണക്കുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ വലിച്ചിലുണ്ടായി അതിന് സിറ്റൻസ് ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് സിറ്റൻസിന് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിറ്റൻസ് വരാൻ ഒരുപാട് സാധ്യത. അടുത്തതായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സലൂണിലൊക്കെ പോയി നമ്മൾ കത്തിയോണ്ട് നല്ല കത്തിയോണ്ട് നമ്മൾ നമ്മുടെ മുടി കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന കത്രിക നല്ല കത്രികയായിരിക്കും, നല്ല മൂർച്ചയുള്ള കത്രികയായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതുകൂട്ട് തന്നെ നമ്മൾ നല്ല മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് മുടിയുടെ അറ്റം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രയും കത്രികയ്ക്ക് അത്രയും മൂർച്ച കാണില്ല. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷമുള്ള കാര്യമാണ്, നമ്മൾ മുടി കെട്ടി വെക്കും. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ മുടി ഇങ്ങനെ അഴിച്ചിടാതെ നമ്മൾ രാത്രിയിലൊക്കെ കിടക്കുന്ന ടൈമിൽ മുടി ഒന്നെങ്കിൽ തിരിഞ്ഞ് കെട്ടി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് മുടി കെട്ടി വെക്കാം, മുകളിലോട്ട് അത് കെട്ടി വെക്കാം. അതാണ് എനിക്ക് കംഫർട്ട്. അപ്പൊ അത് കൂട്ടി കെട്ടി വെക്കുക. അപ്പം അങ്ങനെ ചെയ്താലും നമ്മുടെ സ്പ്ലിറ്റൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. സ്പ്ലിറ്റൻസ് വന്നുപോയി ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് എനിക്ക് ഒരു റിസൾട്ട് വന്ന സംഭവമാണ്, നമ്മുടെ മുടിയുടെ അറ്റത്ത് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നൽകിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ടൈം കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അപ്പം നമുക്ക് കുറേയൊക്കെ നമ്മുടെ സിറ്റൻസ് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ സിറ്റൻസ് എവിടെയാണോ ഉള്ള സിറ്റൻസ് എന്തിലായിരിക്കുമല്ലോ അവിടെ നമ്മൾ കുറച്ച് ഓയിൽ, 1-2-3 തുള്ളി ഓയിൽ അവിടെ അപ്ലൈ ചെയ്തതിനു ശേഷം ഉറങ്ങുക. രാവിലെ എണീറ്റ് വാഷ് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിറ്റൻസ് മാറ്റിയെടുക്കാൻ പറ്റും. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു പാക്ക് രീതിയിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, കേടും ഓയിലും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ മുടിയിൽ പാക്ക് കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും നമുക്ക് സിറ്റൻസ് മാറ്റാൻ നമ്മളെ സഹായിക്കും. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങളുടെ സിറ്റൻസ് മാറിയില്ലെങ്കിൽ മുടി കട്ട് ചെയ്ത് വേറെ നിവൃത്തിയില്ലായിരിക്കും. കാരണം ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനും വന്നത് മാറ്റാനും ഒക്കെയുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ എന്തായാലും സലൂണിൽ പോയോ അല്ലെങ്കിൽ നല്ല കത്രിക ഉപയോഗിച്ചോ നമ്മുടെ മുടി കട്ട് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം മാത്രം കട്ട് ചെയ്തതിലോട്ട് പോവുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.